ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് സെറ്റ് ടൈം ഔട്ട് എന്ന മെത്തേഡിനെ കുറിച്ചാണ്. അതായത് നമ്മൾ സെറ്റ് ഇൻ്റർവെൽ പറഞ്ഞു, അതായത് നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സെറ്റ് ഇൻ്റർവെൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റൊരു മെത്തേഡാണ് സെറ്റ് ടൈം ഔട്ട്. അതായത് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ നമുക്ക് ഏതെങ്കിലും പ്രത്യേകം ആക്ഷനുകൾ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സെറ്റ് ടൈം ഔട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും രണ്ട് പാരാമീറ്ററാണ് വരുന്നത്. ഒന്നാമത് ഫംഗ്ഷനും അതേപോലെ തന്നെ രണ്ടാമത് മില്ലി സെക്കൻഡും. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഏത് സമയത്താണോ നമുക്ക് ആ സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷനെ കോൾ ചെയ്യണം എന്നും, അതേപോലെ തന്നെ മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എത്ര സമയം കൊണ്ടാണോ ഇത് ഫിനിഷ് ചെയ്യേണ്ടത് എന്നുള്ളതും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സെറ്റ് ടൈം ഔട്ട് എന്ന മെത്തേഡാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ പേജിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്, ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ HTML എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, അത് ചേർത്തതിന് ശേഷം നമുക്കിവിടെ വന്ന് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് സ്ക്രീനിൽ ഒരു ടെക്സ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി സെറ്റ് ടൈം ഔട്ട് എന്ന് ഞാനിതിന് H1 ഉള്ളിൽ ചേർത്ത് കൊടുത്തു. ഇത് കൊടുക്കണം എന്നൊന്നുമില്ല, നമുക്ക് സ്ക്രീനിൽ എന്തെങ്കിലും ജസ്റ്റ് സംതിങ് എന്തെങ്കിലും കാണാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഈ മെസ്സേജ് ഇവിടെ ചേർത്ത് കൊടുത്തത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് നമ്മൾ സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, വേരിയബിൾ എ. ഓക്കെ, അത് ചേർത്തതിന് ശേഷം നമുക്ക് ഈ എ എന്നുള്ള വേരിയബിളിനാണ് നമ്മൾ സെറ്റ് ടൈം ഔട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് എ എന്ന് ചേർത്തതിന് ശേഷം നമ്മളിവിടെ വന്ന് എ ഈക്വൽ ടു സെറ്റ് ടൈം ഔട്ട് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഏത് ഫംഗ്ഷനെയാണോ കോൾ ചെയ്യേണ്ടത് ആ ഫംഗ്ഷന് ചേർത്ത് കൊടുത്തു. അതേപോലെ എത്ര സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിവിടെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത് എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എക്സാമ്പിളിനായിട്ട് നമ്മൾ 2000 മില്ലി സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫംഗ്ഷൻ FUN എന്ന ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്താണോ നമുക്ക് വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു, FUN എന്ന് ചേർത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് നമ്മൾ ഇവിടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ ഒരു അലർട്ട്, ഒരു മെസ്സേജ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ അലർട്ടിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ വന്ന് മെസ്സേജ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെൽക്കം ടു JS എന്നാണ്. ഓക്കെ, ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റണ്ണ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഞാനിത് ഓൾറെഡി റണ്ണ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് വെബ്സൈറ്റിലൊന്ന് നമുക്ക് ലോഡ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഇത് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രൂപത്തിൽ ഇതൊന്ന് ലോഡ് ചെയ്ത് വരികയാണ്. സെറ്റ് ടൈം ഔട്ട് എന്ന് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ മെസ്സേജ് ബോക്സ് സ്ക്രീനിലായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വരും. അതായത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് ആ മെസ്സേജ് വരില്ല. ഇത് ലോഡ് ചെയ്തതിന് ശേഷം ഏതാണ്ട് 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ആ മെസ്സേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ, സെയിം ഇതേ രൂപത്തിൽ തന്നെയാണ് സ്ക്രീന്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഞാൻ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഓക്കെ, നമുക്ക് ഈ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിന് നമ്മൾ സെറ്റ് ടൈം ഔട്ട് ചേർത്ത് കൊടുത്തു. 2000 മില്ലി സെക്കൻഡ്, അതായത് ഇത്രയും സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ ഫംഗ്ഷനെ കോൾ ചെയ്യേണ്ടത്. ഇതിൽ ആൾറെഡി നമ്മൾ അലർട്ടാണ് കൊടുത്തിരുന്നത്, അത് ഒഴിവാക്കി. അതിനുശേഷം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിളിൻ്റെ പേര് നമ്മളിവിടെ വന്ന് win1 എന്ന് ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ള പേരെന്താണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈക്വൽ ടു വിൻഡോ ഓപ്പൺ എന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അതായത് ഒരു വിൻഡോനെ നമ്മൾ തുറക്കാൻ വേണ്ടിയാണ് വിൻഡോ ഓപ്പൺ എന്ന ഫംഗ്ഷന് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഈ win1, അതായത് വിൻഡോ 1 എന്നതിന് നമ്മൾ win1 എന്ന് ചേർത്തതിന് ശേഷം ഇവിടെ വന്ന് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് മെസ്സേജ് ആണോ നമുക്ക് റൈറ്റ് ചെയ്യേണ്ടത് അത് ചേർത്ത് കൊടുത്തു. ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്താണോ മെസ്സേജ് വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. ജസ്റ്റ് H2ൻ്റെ ഉള്ളിലാണ് നമ്മൾ മെസ്സേജ് ചേർത്ത് കൊടുക്കുന്നത്. എന്ത് മെസ്സേജ് ആണോ നമുക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. ഞാൻ വെൽക്കം ടു JS എന്ന് തന്നെ ചേർത്ത് കൊടുത്തു. ഇഷ്ടമുള്ള എന്ത് മെസ്സേജ് ആണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ വന്ന് ഈ ഫംഗ്ഷനെ നമ്മൾ, അതായത് ഈ H2 എന്നില്ല ടാഗ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ വന്ന് സെറ്റ് ടൈം ഔട്ട് സെറ്റ് ചെയ്യാം.
അപ്പോൾ സെറ്റ് ടൈം ഔട്ട് എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. മുകളിൽ ആൾറെഡി ഒരു സെറ്റ് ടൈം ഔട്ട് ചേർത്തിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഇവിടെ നമ്മൾ മറ്റൊരു സെറ്റ് ടൈം ഔട്ട് കൂടി സെറ്റ് ചെയ്യാണ്. സെറ്റ് ടൈം ഔട്ട് എന്ന് എഴുതി ഒരു ഫംഗ്ഷനെ നമ്മളിവിടെ കോൾ ചെയ്യണം. അപ്പോൾ ഒരു ഫംഗ്ഷൻ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്ത് കാര്യങ്ങളാണോ സംഭവിക്കേണ്ടത് അതാണ് നമ്മളിവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ വന്ന് win1 ക്ലോസ്. ഓക്കെ, അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. എന്നിട്ട് എത്ര സമയം കഴിഞ്ഞിട്ടാണ് ഇത് ക്ലോസ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ വന്ന് ഈ ഫംഗ്ഷനെ നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതായത് ആദ്യം നമ്മൾ ഫംഗ്ഷനും അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എത്ര സെക്കൻഡ് ആണോ എന്നുള്ളത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന ഈ ബ്രാക്കറ്റ് ഞാൻ ഇവിടുന്ന് ക്ലോസ് ചെയ്തു. ഈ ഫംഗ്ഷനെ നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. അപ്പോൾ ഈ ബ്രാക്കറ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്തതും അതേപോലെ ഈ ബ്രാക്കറ്റ് നമ്മളിവിടെ ഫംഗ്ഷനായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്ത് ക്ലോസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഈ രൂപത്തിലായിട്ട് ഇവിടെ സേവ് ചെയ്തു. ഓക്കെ, നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിക്കാം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിത് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് റൺ ചെയ്തതിന് ശേഷം ഒന്നുകൂടി റീലോഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പേജ് റീലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം. ഇവിടെ പോപ്പപ്പ് എന്നുള്ളത് ലോക്കാണ്. അത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആൾവേസ് അളോ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഈ പേജിൽ നമുക്ക് ആൾവേസ് അത് പോപ്പപ്പ് ചെയ്ത് വരണം. അപ്പോൾ നമുക്കത് ഒന്ന് ആൾവേസ് അളോ ചെയ്ത് കൊടുക്കാം. അപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെൽക്കം ടു JS എന്ന മെസ്സേജ് നമുക്ക് ഇവിടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തു. അതേപോലെ തന്നെ അത് നമുക്ക് ഇവിടുന്ന് ഹൈഡ് ആവുകയും ചെയ്തു. ഒന്നുകൂടി നമുക്ക് ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വെൽക്കം ടു JS എന്ന് ഇവിടെ ഡിസ്പ്ലേ ആവും. അത് വീണ്ടും 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്ക്രീനിൽ നിന്ന് അത് ഹൈഡ് ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കോഡ് ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആദ്യം തന്നെ നമ്മളുടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വാർ എ സെറ്റ് ടൈം ഔട്ട് എന്നിട്ട് ഒരു ഫംഗ്ഷന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഫംഗ്ഷനാണ് നമ്മളിവിടെ കോൾ ചെയ്യുന്നത് 2 സെക്കൻഡ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് വരുവാണ്. അതായത് നമ്മൾ പുതിയൊരു വിൻഡോ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വിൻഡോ ആണ് നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് വരുന്നത്. എന്നിട്ട് ഈ വിൻഡോന്റെ ഉള്ളിൽ എന്ത് മെസ്സേജ് ആണോ നമുക്ക് ഇവിടെ വേണ്ടത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. window1.document.write എന്ത് മെസ്സേജ് ആണോ നമുക്ക് സ്ക്രീനിൽ വേണ്ടത് അത് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഈ സ്ക്രീന് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ സെറ്റ് ടൈം ഔട്ട് ഫംഗ്ഷൻ എന്നിട്ട് ഇവിടെ തന്നെ ഇൻബിൽഡ് ആയിട്ട് ഫംഗ്ഷന് ചേർത്ത് കൊടുക്കുകയാണ്. window1 ക്ലോസ് ചെയ്യണം എപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ തന്നെ നമുക്കൊരു അടുത്തൊരു എക്സാമ്പിൾ കൂടി ചെയ്തു നോക്കാം. അപ്പോൾ ഈ എക്സാമ്പിളിന് നമ്മളൊരു ബട്ടൺ കൂടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ എക്സാമ്പിൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഞാനിതിന് മുമ്പുണ്ടായിരുന്ന എല്ലാം ഒഴിവാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഈ സെറ്റ് ടൈം ഔട്ടിൻ്റെ താഴെ നമ്മളൊരു ബട്ടൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബട്ടൺ ചേർത്ത് കൊടുക്കാൻ സാധാരണ നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ബട്ടൺ എന്ന് ചേർത്ത് കൊടുത്തു. ഈ ബട്ടണ് നമ്മളൊരു ഓൺ ക്ലിക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഈ ബട്ടണിന് നമ്മൾ സ്റ്റോപ്പ് എന്നാണ് പേര് കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് എന്ന ഫംഗ്ഷനാണ് നമുക്കിവിടെ റൺ ചെയ്യേണ്ടത്. ആ ബട്ടണിൻ്റെ ഉള്ളിൽ നമ്മൾ ടെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് ചേർത്ത് കൊടുത്തു. എന്ത് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് എഴുതി. അതിനുശേഷം നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വേരിയബിൾ ഈക്വൽ ടു സെറ്റ് ടൈം ഔട്ട് എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ എന്ന് ചേർത്തു. ഓക്കെ, ഇത് എത്ര സെക്കൻഡ് മില്ലി സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് അതിനെ കോൾ ചെയ്യേണ്ടത് ആ ടൈം നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ഫംഗ്ഷൻ എന്ന ഫംഗ്ഷനെ കോൾ ചെയ്ത് എടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഒരു ഫംഗ്ഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഫംഗ്ഷൻ എന്ന് ചേർത്തു. ഈ ഫംഗ്ഷന് നമ്മൾ മുകളിൽ നമ്മൾ എന്താണോ കൊടുത്തത് ആ ഫംഗ്ഷന്റെ പേരാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിവിടെ വന്നൊരു ബ്രാക്കറ്റ് ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതുപോലെ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. വിൻഡോസ് എന്ന് ചേർത്തു. ഈക്വൽ ടു വിൻഡോ ഓപ്പൺ എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം ഈ ഫംഗ്ഷനെ നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് വിൻഡോ അപ്പോൾ വിൻ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് document.write
എന്നിട്ട് നമുക്ക് എന്ത് മെസ്സേജ് ആണോ ഇതിൽ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അത് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുത്തു. H1 വെൽക്കം ടു JS എന്ന് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഈ H1 ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പർട്ടിക്കുലർ ടൈം ഔട്ട് ആകുമ്പോൾ ഈ ഫംഗ്ഷനെ നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ വന്ന് സെറ്റ് ടൈം ഔട്ട് എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ ഇട്ടു, ഒരു ബ്രാക്കറ്റ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ വന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ വിൻഡോസ് ക്ലോസ് ചെയ്യേണ്ട ഡോട്ട് ക്ലോസ് എപ്പോഴാണോ നമുക്കത് ക്ലോസ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തു. എത്ര സെക്കൻഡ് കഴിയുമ്പോഴാണ് നമുക്കിത് ക്ലോസ് ചെയ്യേണ്ടത് ആ ടൈമും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് അടുത്തൊരു ഫംഗ്ഷന് കൂടി നമ്മളിവിടെ ഓക്കെ ഈ ബ്രാക്കറ്റ് ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ 2000 കഴിഞ്ഞതിന് ശേഷം നമുക്കത് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മറ്റൊരു ഫംഗ്ഷന് കൂടി ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഫംഗ്ഷൻ, അതായത് ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാൾ ചെയ്യേണ്ട ഫംഗ്ഷനാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് സ്റ്റോപ്പ് എന്ന് ചേർത്ത് കൊടുത്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണോ സംഭവിക്കേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുകയാണ്. ക്ലിയർ ടൈം ഔട്ട്, നമുക്ക് ആ കൊടുത്ത ടൈം ഔട്ട് ഇവിടുന്ന് ആ ടൈം ഔട്ട് എന്ന മെത്തേഡിനെ നമുക്ക് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. എന്നുള്ള ടൈം ഔട്ടിനെയാണ് നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നത്. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇത് റണ്ണ് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് ഏതാണ്ട് 2 സെക്കൻഡ് കഴിയുമ്പോൾ വെൽക്കം ടു JS എന്ന് നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. വീണ്ടും 2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും വെൽക്കം ടു JS എന്ന മെസ്സേജ് നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരും. ഈ ടൈം ഔട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ സ്റ്റോപ്പിൽ ക്ലിക്ക് ചെയ്താൽ ആ ടൈം ഔട്ട്, പർട്ടിക്കുലർ ടൈം ഔട്ട് ഏതാണോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് ഇവിടെ സ്റ്റോപ്പ് ആവും. അതായത് ഈ പേജ് റൺ ചെയ്യുമ്പോൾ നമ്മൾ ഈ സ്റ്റോപ്പിൽ ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഈ രൂപത്തിൽ വെൽക്കം ടു JS എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. എന്നാൽ നമ്മൾ ഇവിടെ വന്ന് ഇത് ഒന്ന് ലോഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് സ്റ്റോപ്പിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ടൈം ഔട്ടിനെ നമ്മുടെ പ്രോഗ്രാമിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സെറ്റ് ടൈം ഔട്ട് വെച്ച് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് എക്സാമ്പിളുകളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.